ദുഷ്കരമായ നിരവധി ജീവിത രീതികളെ പറ്റി നമ്മൾ കേട്ടിട്ടില്ലേ? ഉറക്കമില്ലാതെ, ഭക്ഷണമില്ലാതെ, വെള്ളമില്ലാതെ, അങ്ങനെയൊക്കെ. ദിവസവും 30 മിനിറ്റ് മാത്രം ഉറങ്ങുന്നത് നിങ്ങളുടെ ലൈഫ് സ്പാൻ ഇരട്ടിയാകുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് കുറഞ്ഞത് 6 മുതൽ 8 മണിക്കൂർ വരെ ഉറക്കം അനിവാര്യമാണെന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്നു. എന്നിരുന്നാലും ഒരു ദശാബ്ദത്തിലേറെയായി ഒരു ദിവസം 30 മിനിറ്റ് മാത്രം ഉറങ്ങുന്ന ജപ്പാനിലെ ഒരു മനുഷ്യൻ ഈ ധാരണയെ അവിശ്വസനീയമാക്കുകയാണ്. ജോലിയുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുക, ലൈഫ് സ്പാൻ ഇരട്ടിയാക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും കുറഞ്ഞ ഉറക്ക ദിനചര്യയ്ക്ക് പിന്നിലെ കാരണം. വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? ഇതൊക്കെ സാധ്യമാണോ? നമുക്കൊന്ന് നോക്കാം. സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റിന്റെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഡെയ്സുക്കെ ഹോറി എന്ന ജാപ്പനീസ് മനുഷ്യൻ തന്റെ ജീവിതം ഡബിൾ ആക്കാൻ പ്രതിദിനം വെറും 30 മിനിറ്റ് എന്ന കഠിനമായ ഉറക്കത്തിന്റെ ഒരു പാറ്റേൺ ആണ് പാലിക്കുന്നത്. പടിഞ്ഞാറൻ ജപ്പാനിലെ ഹ്യോഗോ പ്രെഫെക്ചറിൽ നിന്നുള്ള 40-കാരനായ ഈ സംരംഭകൻ കുറഞ്ഞ ഉറക്കത്തിൽ തന്റെ ശരീരത്തെയും തലച്ചോറിനെയും സാധാരണ രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ പരിശീലിപ്പിച്ചതായി അവകാശപ്പെടുന്നുമുണ്ട്. ഓരോ ദിവസം കൂടുതൽ സജീവമായ സമയം ലഭിക്കുന്നതിന് 12 വർഷം മുമ്പ് അദ്ദേഹം ഉറക്കം കുറയ്ക്കാൻ തുടങ്ങിയെന്നാണ് പറയുന്നത്. ഭക്ഷണത്തിന് 1 മണിക്കൂർ മുമ്പ് നിങ്ങൾ വ്യായാമം ചെയ്യുകയോ കാപ്പി കുടിക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് മയക്കം ഒഴിവാക്കാനാകുമെന്നും ഡെയ്സുക് പറയുന്നു. വിൽ യു ഗോ വിത്ത് മീ എന്നൊരു റിയാലിറ്റി ഷോയിൽ ജപ്പാനിലെ യുമിയൂരി TV അദ്ദേഹത്തിന്റെ അവകാശവാദങ്ങൾ കൂടുതൽ വിശദമായി പരിശോധിക്കുന്നതിനായി 3 ദിവസത്തോളം അദ്ദേഹത്തെ നിരീക്ഷിച്ചു. ഒരു എപ്പിസോഡിൽ ഡെയ്സുക് വെറും 26 മിനിറ്റാണ് ഉറങ്ങിയത്. ഉണർന്ന ശേഷം പ്രഭാത ഭക്ഷണം കഴിച്ചു, ജോലിക്ക് പോയി, ജിമ്മിൽ പോലും പോയി. ഡെയ്സുക്കിന്റെ അഭിപ്രായത്തിൽ ഈ പരിശീലനം തന്റെ പ്രവർത്തനക്ഷമതയെ വളരെയധികം വർദ്ധിപ്പിച്ചു എന്നാണ്. ഫോക്കസ് നിലനിർത്തുന്നതിൽ ദീർഘനിദ്രയേക്കാൾ ഉയർന്ന നിലവാരമുള്ള ഉറക്കമാണ് പ്രധാനമെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു. ജോലിയിൽ സുസ്ഥിരമായ ഏകാഗ്രത ആവശ്യമുള്ള ആളുകൾക്ക് ദീർഘമായ ഉറക്കത്തെക്കാൾ ഉയർന്ന നിലവാരമുള്ള ഉറക്കത്തിൽ നിന്ന് കൂടുതൽ പ്രയോജനം ലഭിക്കും. ഉദാഹരണത്തിന് ഡോക്ടർമാർക്കും അഗ്നിശമന സേനാംഗങ്ങൾക്കും വിശ്രമ കാലയളവ് കുറവാണ്, പക്ഷേ ഉയർന്ന കാര്യക്ഷമത നിലനിർത്തുന്നു എന്ന് ഡെയ്സുക് പറയുന്നുണ്ട്. തന്റെ അസാധാരണമായ സ്ലീപ്പിംഗ് ഷെഡ്യൂളിന് പുറമെ ഡെയ്സുക് 2016 ജപ്പാൻ ഷോർട്ട് സ്ലീപ്പേഴ്സ് ട്രെയിനിംഗ് അസോസിയേഷൻ സ്ഥാപിക്കുകയും അവിടെ ആരോഗ്യ ഉറക്ക ക്ലാസുകൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. ഇവിടെ 2100-ലധികം വിദ്യാർത്ഥികൾ ഇതുവരെ അൾട്രാ ഷോർട്ട് സ്ലീപ്പർ ആകാനുള്ള അദ്ദേഹത്തിന്റെ പരിശീലനം നേടിയിട്ടുമുണ്ട്. തന്റെ ഉറക്കം 8 മണിക്കൂറിൽ നിന്ന് 90 മിനിറ്റായി കുറച്ച് കഴിഞ്ഞ 4 വർഷമായി ഈ ശീലം നിലനിർത്തി എല്ലാ സമയത്തും നല്ല ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്തിയെന്ന് പരിശീലനത്തിന് ശേഷം വിദ്യാർത്ഥികളിൽ ഒരാൾ യുമൂരി TVയോട് പറയുന്നുണ്ട്. ഡോക്ടർമാരുടെ അഭിപ്രായത്തിൽ അൾട്രാ ഷോർട്ട് സ്ലീപ്പ് സൈക്കിളുകൾക്ക് പോരായ്മകളുണ്ട്. അത് എല്ലാവർക്കും ശുപാർശ ചെയ്യുന്നതുമല്ല. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിൽ പ്രസിദ്ധീകരിച്ച ഒരു ഗവേഷണ റിപ്പോർട്ട് പ്രകാരം വ്യക്തമായ ആരോഗ്യപരമായ പ്രത്യാഘാതങ്ങൾ ഇല്ലാതെ രാത്രിയിൽ 6.5 മണിക്കൂറിൽ താഴെയുള്ള ഉറക്കത്തിൽ പ്രവർത്തിക്കാൻ അനുവദിക്കുന്ന ജനിതകമാറ്റം വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഉള്ളൂ. ഗവേഷകരുടെ അഭിപ്രായത്തിൽ ഈ ജനിതകമാറ്റം വളരെ അസാധാരണമാണ്. അതായത് 25,000 പേരിൽ ഒരാൾക്ക് മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്നാണ്. മറ്റെല്ലാവർക്കും രാത്രിയിൽ 7 മണിക്കൂർ സ്ഥിരമായി ഉറങ്ങണം എന്നുമാണ്. ഹുവാഹോങ് യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി സിഹി സെഷൻ ഹോസ്പിറ്റലിലെ ന്യൂറോളജിസ്റ്റായ ഗുവോഫെ പറയുന്നതനുസരിച്ച് മുതിർന്നവർ ദിവസവും 7 മുതൽ 9 മണിക്കൂർ വരെ ഉറങ്ങാൻ ശുപാർശ ചെയ്യുന്നു. ഒപ്പം ശരീരത്തിനും തലച്ചോറിനും വീണ്ടെടുക്കാനും നന്നാക്കാനുമുള്ള ഒരു പ്രധാന കാലഘട്ടമാണ് ഉറക്കമെന്ന് പറയുന്നത്. കൂടാതെ സ്ഥിരമായ ഉറക്കക്കുറവ് ഓർമ്മശക്തി കുറയ്ക്കുന്നതിനും പ്രതിരോധശേഷി കുറയ്ക്കുന്നതിനും മാനസികാവസ്ഥയിലെ തകരാറുകൾക്കും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വർദ്ധിക്കുന്നതിനും ഇടയാക്കും എന്നാണ്. എന്തായാലും പരീക്ഷണങ്ങൾക്കുള്ള സാധ്യതകൾ നിരവധിയാണ്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു.